ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ചെറിയൊരു മോർണിംഗ് വ്ളോഗ് എന്നൊക്കെ പറയാം കേട്ടോ. ദക്ഷുവിന് ഇന്ന് സ്കൂളിൽ പോകണമായിരുന്നേ, അപ്പം കരുതി എന്നാൽ പിന്നെ ഒരു ചെറിയൊരു വ്ളോഗ് എടുത്തേക്കാന്ന് കരുതി. രാവിലെ തന്നെ എണീറ്റ് ഞാൻ ഒന്ന് ഫ്രഷ് ആവുന്നുണ്ടേ. നേരെ നമ്മുടെ അടുക്കളയിലോട്ട് കയറിയിട്ട് ഇന്നലെ തന്നെ ഞാൻ അരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിലെ. അതേപോലെ കുടിക്കുന്ന വെള്ളവും തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരി ഒന്നുകൂടെ എടുത്തൊന്ന് തിളപ്പിക്കുകയാണ്. ഇതിൽ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിരുന്നതാണ്. അപ്പം അത് കല നിറയെ ആയിപ്പോയി. അത്രയും ഇടാൻ പാടില്ലായിരുന്നു, പക്ഷെ ഒരുപാട് ഇട്ടുപോയി. അതുകൊണ്ട് തന്നെ വേവാൻ നല്ല പാടുണ്ടായിരുന്നേ, കാരണം പൊങ്ങി ഇഞ്ഞ് വരുമായിരുന്നു. അത് പിന്നെ ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് വീണ്ടും ഞാൻ റൈസ് കുക്കറിലോട്ട് തന്നെ ഇറക്കി വെച്ച് കേട്ടോ. അപ്പം സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് എടുത്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഞാൻ ഇച്ചിരി കടലയും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലത്തേക്ക് പുട്ടും കടലക്കറി ആക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കടലയും കൂടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് തളിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. കടലക്കറി ഇവിടെ കടലക്കറി വെക്കുമ്പോൾ ഒട്ടും മുളക് ചേർക്കാറില്ല, ഇത്തിരി മുളക് പൊടി ചേർക്കാറുള്ളൂ കേട്ടോ. കാരണം എരി കൂടുതലായി കഴിഞ്ഞാൽ ഈ കുഞ്ഞു സാധനം അങ്ങോട്ട് കഴിക്കില്ല. പക്ഷേ എരി ഇല്ലെങ്കിൽ നന്നായിട്ട് അവൻ കടല കഴിച്ചോളുവേ. ഭയങ്കര ഇഷ്ടമാണ് പുട്ടും കടലയോടെ കുഴച്ച് കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇത് വെള്ളക്കടലയാണ് കേട്ടോ, വെള്ളക്കടലയാണ് കഴിച്ചത്. എനിക്കിപ്പം വെള്ളക്കടലയാണ് ഇഷ്ടം കറി വയ്ക്കാൻ. കറുത്തട്ടിലേക്കാട്ടി ഇപ്പോൾ ടേസ്റ്റ് തോന്നുന്നു. പണ്ട് ഇഷ്ടമേ അല്ലായിരുന്നു, ഇപ്പം നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ കടലക്കറി വയ്ക്കുമ്പോൾ ഇത്തിരി കായപ്പൊടിയോടെ തൂക്കി കൊടുക്കാറുണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല, അങ്ങനെ ഇട്ടങ്ങ് ശീലമായി. പിന്നെ അതേപോലെ ഇന്ന് കുഞ്ഞിന് ബീട്രൂട്ടിൻ്റെ തോരനോടാക്കി കൊടുത്തിട്ടുണ്ട്. അതവന് ഭയങ്കര ഇഷ്ടമാണ്, കഴിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവൻ എന്നോട് പറയുന്നത് കഴിക്കും എന്നാണ്, ഇനി അറിയത്തില്ല എന്തുവെന്ന്. പിന്നെ ഞാനൊരു പുതിയൊരു ചോപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെക്സറോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ കമ്പനിയുടെ പേര്. നല്ല അടിപൊളി ചോപ്പർ, ഒരു 178 രൂപ എങ്ങാണ്ട് എത്രയും കണ്ടേ ഉള്ളായിരുന്നു. പക്ഷേ അടിപൊളി സാധനം, ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞ് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ചട്നി ആക്കണ ബ്ലേഡ് കൂടെ ഉണ്ട്, അതൊന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. തൽക്കാലം എനിക്ക് അരിഞ്ഞാൽ മാത്രം മതി. തോരൻ വയ്ക്കാനാണല്ലോ അരിയാനാണല്ലോ ഈ കൊത്തി അരിയാൻ ഭയങ്കര പാടാണല്ലോ. അപ്പോൾ ഇതെൻ്റെ ഭയങ്കര ഈസിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കടലയൊക്കെ തിളപ്പിച്ച് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തോരൻ വയ്ക്കാനും തുടങ്ങി. ഞാൻ ഡെയിലി ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ എൻ്റെ ജോലിയൊക്കെ ഇങ്ങോട്ട് ഒതുങ്ങത്തുള്ളൂ, എന്നാലേ എനിക്കും ക്ലാസ്സിനൊക്കെ ഇന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പം എല്ലാം ഒതുക്കിയിട്ട് പോവുകയാണെങ്കിൽ തിരിച്ച് കയറി വരുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ. അതുകൊണ്ട് കുക്കിങ്ങൊക്കെ രാവിലെ പാടെ അങ്ങ് തീർക്കും. അതായത് 3 നേരത്തെ ഫുഡ് രാവിലെ തന്നെ ഉണ്ടാക്കും കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടായിരിക്കും. എനിക്ക് തന്നെ മടിയായിരിക്കും, പിന്നെ ഒന്നും ഉണ്ടാക്കുകയില്ല. പിന്നെ രാവിലത്തേക്ക് ഇവിടെ പുട്ടാട്ടോ, ഗോതമ്പിൻ്റെ പുട്ടാണ്. കുഞ്ഞ് നന്നായിട്ട് കഴിച്ചോളും കറി ഉണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ ഇത് കുറച്ച് വെള്ളം തൂക്കിയിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ബാക്കി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുക്കുകയും ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ ഈ ഗോതമ്പ് പൊടി കുഴക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആ പൊടി മൊത്തം കട്ടയായിപ്പോയി, ചപ്പാത്തി പരുവായിപ്പോയി. ഇത് മിക്സിയിലിട്ട് കറക്കി എടുക്കുമ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ മാറി മാറി ഇരിക്കുന്ന തരത്തിൽ കിട്ടുകയും ചെയ്യും. അങ്ങനെ കഴിക്കുന്ന പുട്ടാണ് എനിക്കിഷ്ടം. പൊതുവെ ഉണ്ട കിട്ടുന്നതിനോട് വലിയ താല്പര്യമില്ല. അങ്ങനെ മിക്സിയിൽ കറക്കി എടുത്തിട്ടുണ്ട്, 2 കറക്കി കേട്ടോ, എന്നാലും നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നത്. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ പുട്ടിൽ പൊടിയൊക്കെ എടുത്തിട്ട് പുട്ടുണ്ടാക്കാൻ തുടങ്ങിയിട്ട്. തേങ്ങയൊക്കെ നമ്മൾ കുറേ ദിവസത്തേക്കുള്ള തിരുമ്മി ഫ്രിഡ്ജിനകത്ത് തന്നെ വെക്കും കേട്ടോ. അന്നേരം തിരുമാൻ നിൽക്കത്തേ ഇല്ല. ഒരു തേങ്ങ പൊതിച്ച് കഴിഞ്ഞാൽ അന്നേരം മൊത്തം തിരികെ ഫ്രിഡ്ജിനുള്ളിൽ കയറ്റുക. അത് ഞങ്ങൾക്കൊരു ഒരാഴ്ചത്തേക്ക് കാണും ഒരു തേങ്ങ കേട്ടോ തിരുമ്മി കഴിഞ്ഞാൽ. കാരണം ഇവിടെ അധികം കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട്. പിന്നെ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. തോരന് ചതച്ചും ചേർത്തിട്ടുണ്ടായിരുന്നേ ഈ സമയം കൊണ്ട്. അങ്ങനെ അതൊക്കെ സെറ്റായതിന് ശേഷം നോക്കൂ, നമ്മുടെ പുട്ട് ആയി വന്നിരിക്കണം. വാവ്, യമ്മി. പക്ഷെ ഞാൻ കഴിച്ചില്ല കേട്ടോ, ഞാൻ സ്മൂത്തി അടിച്ചാണ് കുടിച്ചത്. പുട്ട് കൊച്ചിന് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ, എനിക്കെടുത്തിട്ടില്ലായിരുന്നു ഞാൻ. പിന്നെ ഒരു ഗ്രീൻ ടീ ഒക്കെ ഇട്ടിട്ട് ഞാൻ നേരെ മുറ്റത്തോട്ട് ഇറങ്ങി കേട്ടോ. കാരണം കുറേ വേസ്റ്റൊക്കെ കളയാനുണ്ടായിരുന്നു, പച്ചക്കറി അരിഞ്ഞതിൻ്റെയൊക്കെ. അതൊക്കെ നമ്മുടെ കിച്ചൺ ഗാർഡനിലേക്കുള്ള വെജിറ്റബിൾസിൻ്റെ മൂട്ടിലിടാൻ വേണ്ടിയിട്ടുണ്ടാകും, പ്ലാന്റ്സിൻ്റെ മൂട്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഓരോ ദിവസം എടുക്കണ വേസ്റ്റ് എല്ലാം ഞാൻ ഈ പച്ചക്കറീൻ്റെയൊക്കെ തൈകളുടെയൊക്കെ മൂട്ടിലിട്ട് കൊടുക്കുന്നത്, അല്ലാണ്ട് പ്രത്യേകം ചെയ്യത്തില്ല. എന്തൊക്കെ നട്ടിട്ടുണ്ടോ അതിൻ്റെയൊക്കെ മൂട്ടിൽ കൊണ്ടിടുവേ. പിന്നീട് ഞാൻ കൊച്ചിനെ കൊണ്ടുപോയി കുളിപ്പിച്ച്, അവൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. അവനെ പോയി കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് ഹോംവർക്കൊക്കെ ചെയ്യുന്നത് കുഞ്ഞ് രാവിലെയാണ്. അവന് രാത്രിയിൽ ഒന്നും ചെയ്യത്തില്ല. അവൻ പറയുന്നത് എനിക്ക് വൈറ്റ് സ്കെയിലേ ചെയ്യത്തുള്ളെന്നാണ്. അങ്ങനെ കൊച്ചിനെ ഹോംവർക്ക് എഴുതാൻ വരുത്തി അവന് ആഹാരം കൊടുക്കുമ്പം ആ ഒരു പണി അങ്ങ് കഴിയും കേട്ടോ. പിന്നൊരു ഓട്ടമായിരുന്നു. പെട്ടെന്ന് തന്നെ അവനെ കൊണ്ടുപോയി, സമയം 9 മണിയായി, അവർക്ക് 8:45 ക്ലാസ് ഉള്ളത്. അങ്ങനെ അവനെ കൊണ്ടുപോയിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ എൻ്റെ റെസ്റ്റ് ചെയ്യാനുള്ള പീരീഡാണ് കേട്ടോ. ഒരു മണിക്കൂറോളം ഞാൻ ഇങ്ങനെ കളിച്ചുകൊണ്ട് അങ്ങ് കിടന്നോളും. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.